നമ്മുടെ വീട് എവിടെ? ഹേ ഗായ്സ് ദ കിങ്ങിന്റെ യൂട്യൂബ് ചാനലിലേക്കല്ല അച്ചാങ്കമാർക്ക് നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ ബൈക്കിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ വണ്ടി മേടിക്കണം. നമ്മുടെ കയ്യിലിപ്പോൾ ഈ കിടക്കുന്ന ഡിഫൻഡറാണ്. നമുക്കിപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കണം ഗൈസ്. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്. അതിനെന്തായാലും ഒന്ന് വണ്ടി മേടിക്കാൻ നോക്കാം. 2 ലക്ഷം രൂപ എങ്ങാണ്ട് കയ്യിലിരിപ്പുള്ളൂ. EMIക്ക് നോക്കാം. നമുക്കിപ്പോൾ നമ്മുടെ ഡിഫൻഡറും കൊണ്ടൊന്ന് പോയി നോക്കാം. നമുക്ക് നേരെ ഷോറൂമിൽ പോയിട്ട് വണ്ടി ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഡിഫൻഡറും കൊണ്ട് പോയിട്ട് വേണം നമുക്ക് വണ്ടി ഉണ്ടോ എന്ന് നോക്കാൻ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 ലക്ഷം രൂപയേ ഉള്ളൂ. EMIക്ക് വണ്ടി എടുക്കാൻ പറ്റുമായിരിക്കും. പിന്നെ നമ്മുടെ ഡിഫൻഡർ മോഡിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിട്ട് നേരെ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കിപ്പോൾ ഗൈസ് നമുക്ക് കുറുക്കരി പിടിച്ചു പോകാം ഗൈസ്. നമുക്ക് ഈ കാട്ടിൽ കൂടെ ഒക്കെ കയറി പോവാം. ഓക്കെ, നമുക്ക് ഇതുവരെയൊക്കെ കയറി പോവാം. കുറുക്കരിയൊക്കെ പിടിച്ച് കയറി പോവാം. ഓക്കെ, എന്നിട്ട് നേരെ ഷോറൂമിൽ പോയിട്ട് ഷോറൂമിൻ്റെ ഓണറിനകത്ത് ചോദിച്ചിട്ട് വണ്ടി എടുക്കണം. ഓക്കെ, ഷോറൂമിൻ്റെ ഓണറിനൊക്കെ എടുത്ത് ചോദിച്ചിട്ട് നമുക്ക് വണ്ടി എടുത്ത് എന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഓണറിനെ ആരും ഒന്നും കാണുന്നില്ല. അകത്ത് കയറി നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ആദ്യം ഇവിടെ ഇപ്പം കിടക്കുന്നതെന്ന് വെച്ചാൽ ഒരു റോൾസ് റോയ്സ് ആണ്, ചുവപ്പ് കളറ്. മൊത്തം ചുവപ്പ് വണ്ടിയാണ് ഗൈസ് കിടക്കുന്നത്. നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു മോഡിഫൈഡ് താറ് കിടപ്പുണ്ട്. പിന്നെ അല്ലാതെ ഒരു താറ് കിടപ്പുണ്ട് 4x4. പിന്നെ ഇവിടെ കിടക്കുന്നത് മോൺസ്റ്റർ ട്രക്ക് കിടക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ അത് താറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുതലാളി ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. അങ്ങനെ നോക്കി വെളിയിൽ വന്നപ്പോൾ നമ്മുടെ മുതലാളിയെ നമ്മൾ കണ്ടു. സാറേ, ഞാനേ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ഓക്കെ, വണ്ടി എടുക്കാൻ വേണ്ടി വന്നാണോ? നമ്മുടെ വണ്ടിയൊക്കെ അകത്ത് കിടക്കുന്നത് കണ്ടല്ലോ. അതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ ഇപ്പോൾ കുറച്ച് വണ്ടികളേ ഉള്ളൂ. മോഡിഫൈഡ് താറും 4x താറും ഒക്കെ ഉണ്ട്. താങ്കൾക്ക് എന്ത് വണ്ടി വന്നാൽ വെച്ചാൽ എടുത്തോ. ഓക്കെ സാറേ നമ്മൾ നോക്കുവാണ്. ഓക്കെ സാറേ, സാറിന്റെ പിന്നെ ബഡ്ജറ്റ് എത്ര? ബഡ്ജറ്റ് ഇപ്പോൾ EMIക്ക് എടുക്കാനായിരുന്നു. സാറേ, ഒരു വിഷയമുണ്ട് സാറേ. EMI ഇല്ല സാർ, കാശ് സെറ്റ് ഇട്ട് വരുവാണെങ്കിൽ നമുക്കൊരു വണ്ടി എടുക്കുമായിരുന്നു. നമ്മുടെ ഇവിടെ EMIക്ക് ഒന്നും കൊടുക്കാറില്ല. കാരണം കുറച്ച് വണ്ടികളേ ഉള്ളൂ. അത് മാത്രമല്ല കൊടുക്കുന്നത് അത്രയ്ക്ക് പറ്റത്തില്ല സാർ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ EMIക്ക് ഒന്നും കൊടുക്കത്തില്ല. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ എൻ്റെ 2 ലക്ഷം രൂപയേ ഉള്ളൂ. സാറേ, EMI ഇവിടെ പറ്റത്തില്ല. സാറ് പൈസ റെഡിയാക്കിട്ട് വരുവായിരുന്നു, നമുക്ക് എടുക്കുമായിരുന്നു. ഓക്കെ സാറേ, ശരി. ഓടോ ഞാൻ നോക്കട്ടെ. ഓക്കെ, പൈസ ശരിയാക്കി കൊണ്ടുവരാം. സാറേ, പൈസ ശരിയാക്കി കൊണ്ട് വന്നാൽ മതി. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ഒരു ഷോറൂമിൻ്റെ ഓണർ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ ഗൈസ്. പൈസ ഇവിടെ EMI ഇല്ല ഗൈസ്. EMI അല്ലാതെ ഇവിടെ വണ്ടി ഒന്നും കൊടുക്കത്തില്ല. അല്ലാതെ പൈസ കിടക്കുന്നു. ഇവിടെ വല്ല മിസ്റ്റേക്ക് പറ്റിയതാണെങ്കിൽ വണ്ടിയുടെ ഡോറാണ് കിടക്കുന്നത്. ഓക്കെ, ഓണർ പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു ഓൾറെഡി കാർ ഗൈസ് ഓൾറെഡി കുറച്ച് ടൈം എടുക്കും. കാരണം നമ്മുടെ പൈസ ഒന്നുമില്ല ഗൈസ്. എനിക്കിപ്പോഴൊരു ഐഡിയ വന്നു ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്തല്ലോ ഗൈസ്. നമുക്ക് ഇവിടെ പുതിയൊരു വീട് വന്നിട്ടുണ്ട്. അവിടുത്തെ ആളെന്ന് വെച്ചാൽ ഭയങ്കര റിച്ചാണ് അവിടുത്തെ ഒരാൾ. നമുക്ക് ആ വീട്ടിൽ കയറി അവിടുത്തെ സൂപ്പർ കാർ അടിച്ചു മാറ്റിയല്ലോ ഗൈസ്. അങ്ങനെ ഇരിക്കും ഗൈസ്. നമുക്ക് അവിടുത്തെ സൂപ്പർ കാർ ഒന്ന് അടിച്ചു മാറ്റി നോക്കിയാലോ ഗൈസ്. എന്തായാലും പണി കിട്ടും. നമുക്ക് എന്നാലും അവിടുത്തെ സൂപ്പർ കാർ ഒന്ന് അടിച്ചു മാറ്റാം. എന്തായാലും നമ്മുടെ ഈ പൈസ ഇല്ല ഗൈസ്. നമ്മൾ 2 ലക്ഷം രൂപയ്ക്ക് വണ്ടി മേടിക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് ഫുഡ് മേടിച്ചിരിക്കാം, വേറെ കാര്യം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യും ഗൈസ്. അവിടെ ചെന്ന് അവിടുത്തെ സൂപ്പർ കാർ അങ്ങ് അടിച്ചു മാറ്റാം. നൈറ്റ് ആവട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ കുറച്ചൊന്ന് ഇരുട്ടായിട്ടുണ്ട്. ഇരുട്ടല്ലയോ ഗൈസ്. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടിറങ്ങി. മഴക്കോളാണോ ഗൈസ്? എന്തായാലും മഴ പെയ്യുമായിരിക്കും. നമുക്ക് നോക്കാം. അങ്ങനെ മഴ പെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഡിഫൻഡർ എടുത്തുകൊണ്ട് പോകണ്ട. നമ്മുടെ ഡിഫൻഡർ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എന്തായാലും പണി കിട്ടും. പോലീസൊക്കെ വന്നാൽ മുക്കും ഗൈസ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യും. ഇവിടുന്ന് ഒരു ബൈക്ക് അടിച്ച് മാറ്റിക്കൊണ്ട് പോവാം ഗൈസ്. ഇവിടെ ഒരു ബൈക്ക് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ പോവാം. നിർത്തടാ
ഇവിടെ വണ്ടി കേടോ. സാറേ എനിക്ക് ഈ ഒരു വണ്ടിയേ ഉള്ളൂ സാറേ. സാറേ എടുക്കല്ലേ സാറേ. നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെയും സാറേ. അയ്യോ എൻ്റെ വണ്ടി എടുക്കില്ലേ സാറേ. എനിക്ക് ഈ വണ്ടിയേ ഉള്ളൂ സാറേ. ഇറങ്ങണോ വണ്ടിന്ന് സാറേ. കഷ്ടമുണ്ട് സാറേ. ഇവൻ്റെ വണ്ടി എടുക്കുന്ന മോശമാണ്. അവൻ കഷ്ടപ്പെട്ട് മേടിച്ചായിരിക്കും. എന്തായാലും നമുക്ക് കാർ എടുത്തോണ്ട് പോവാം. ഇങ്ങോട്ട് ഇറങ്ങടാ. ഇവിടെ വണ്ടി എങ്ങോട്ട് പോന്ന? ശരിയെന്നാ ഞാൻ ഒരു റൈഡ് കൊണ്ടുവരാം. നിൽക്കണോ അവിടെ? ശരിയെന്നാ. ഇങ്ങനെ നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു ബുഗാട്ടിയും കൊണ്ട് നമ്മളിങ്ങനെ വിട്ട് കൈസ്. ഭാവം പഠിച്ചിറക്കാൻ ബൈക്ക് കഷ്ടപ്പെട്ട് EMI എടുത്തായിരിക്കും കൈസ്. എന്തായാലും നമുക്ക് അതടിച്ചു പറ്റണ്ട. നമുക്ക് എന്തായാലും EMI വണ്ടിയൊന്നും കിട്ടിയില്ല. എന്നാലും ആ ചെറുക്കനെങ്കിലും ഓടിച്ചുകൊണ്ട് കിടക്കട്ടെ. ഇതെന്തായാലും പൈസ ഉള്ളവൻ, അല്ലാതെ ഇവൻ ബുഗാട്ടി ഒന്നും എടുക്കത്തില്ല. അയ്യോ ഗൈസ് ബുഗാട്ടി മറിഞ്ഞ്. അയ്യോ ഗൈസ് ബുഗാട്ടി മറിഞ്ഞ്. ഗൈസ് അതാണ് വീട്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ ഈ വീടിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അവിടെ കുറേ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. ആരും മഴ ആയതുകൊണ്ട് വെളിയിലൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഗൈസ് കറക്റ്റ് സമയത്തിന് വന്നത്. റോഡിലൊന്നും ഇപ്പോൾ ആൾക്കാരുടെ കുറവാണ്. ഓക്കെ ഒരു ഡിഫൻഡർ ആ സൈഡിൽ കൂടെ അല്ലേ പോകുന്നത്. ഗേറ്റ് തുറന്ന പണിയോ. ഗൈസ് കിടക്കുന്ന എന്തൊക്കെ നിഞ്ച ബൈക്ക് മോഡിഫൈഡ് താറ്, ഒരു റോൾസ് റോയ്സ് GTR കിടക്കുന്നത്. നിസാൻ GTR അതുകൊണ്ട് അവിടെ കിടക്കുന്നത്. ഓക്കെ ഗൈസ് എന്തായാലും നല്ല പൈസക്കാണ് ഇവന്മാർ മേടിച്ചിരിക്കുന്നത്. ഇവിടെ സെക്യൂരിറ്റി ഗാർഡൊന്നും ഇല്ല. ഇന്നെന്ത് ഞായറാഴ്ച ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഗൈസ് ഇവിടെ ആരും ഇല്ല. എന്തായാലും ഫ്രണ്ട് ഗേറ്റിൽ കൂടെ പോവുകയാണെങ്കിൽ പണി കിട്ടും, അത് ഉറപ്പാണ്. ഓക്കെ ആരും ഇപ്പം ഇല്ല ഗൈസ്. അവിടെ നിന്ന് ഒരു TV വെച്ചേക്കുന്നത്. എല്ലാവരും മണ്ടൊക്കെ ആയിരിക്കും മിക്കവാറും. ഓക്കെ നമുക്ക് ഇതുവരെ കയറി ചാടി. ഓക്കെ നമുക്ക് ഈ നൈസിന് ആദ്യം നെഞ്ചേറ്റ ചോറ് കൊണ്ടുപോകാം. നീ ചെറിയ വണ്ടിയിൽ നിന്ന് കൈസ് തുടങ്ങാം. ഞാൻ പെതുക്കെ സംസാരിക്കുന്നതിൻ്റെ കാരണം ഇത് കേട്ട വിഷയമാണ് കൈസ്. ഓക്കെ അയ്യോ കൈസ് ഇതിന് എക്സോസ്റ്റ് കിട്ടുന്ന സൗണ്ട് കൈസ്. എൻ്റെ പൊന്നെ തുറക്ക്. ഓക്കെ നമ്മൾ തുറന്ന് അങ്ങനെ വണ്ടി കൊണ്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് വിടുവാണ് ഗൈസ്. ഓക്കെ ഗൈസ് നമ്മുടെ നിഞ്ചേറ്റ ചോറ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിനകത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അയ്യോ മറിഞ്ഞു വീണു ഗൈസ്. കിടന്നോട്ടെ, നമുക്ക് പിന്നീട് അങ്ങനെ എടുത്ത് നോക്കാം. നമുക്കിനി നേരെ ആ വീട്ടിൽ പോയിട്ട് നമുക്ക് അടുത്ത വണ്ടി അടിച്ച് മാറ്റാം. അങ്ങനെ ഈ വഴിയിൽ കിട്ടിയ ഒരു ബുഗാട്ടി എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ വിട്ട്. എന്തായാലും ബുഗാട്ടി ഇവിടെ ഇട്ടുണ്ട്. നമുക്ക് സൈഡിൽ എങ്ങനെ കൊണ്ടിടാം വീടിൻ്റെ. ഓക്കെ നമ്മൾ നേരത്തെ കയറിയെടുത്ത് നമ്മൾ ബുഗാട്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇതിൻ്റെ മണ്ട കൂടെ അങ്ങനെ ചാടി പോ ഗൈസ്. എന്തായാലും നമ്മൾ ഫ്രണ്ടിൽ കൂടെ കയറി. ഇവിടെ വേറെ വണ്ടിയൊന്നുമില്ല ഗൈസ്. റോൾസ് റോയ്സ് എന്തായാലും നമുക്ക് വേണ്ടി ഇനി ആ നിസാൻ GTR വേണം. വേറെ വണ്ടിയൊന്നുമില്ല ഗൈസ്. എന്തായാലും നമ്മൾ ഈ ഫ്രണ്ട് വഴി കയറിയാൽ ഇനി എൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് കയറാം. എന്നിട്ട് ഈ നിസാൻ GTR പൊക്കാം. എന്തായാലും മറ്റേ 2 വണ്ടിയും വേണ്ട നമുക്ക്. ഓക്കെ വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടായിരിക്കും ഗൈസ്. എന്തായാലും കാണണം. ഓക്കെ ഗൈസ് പതിയെ പതിയെ എടുക്കുവാണ്. സ്പീഡിലെടുത്താൽ നല്ല സൗണ്ട് കേൾക്കും. ഓക്കെ ആരുമില്ല. എല്ലാവരും മണ്ടയ്ക്കാന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടാണ് എടുക്കുന്നത്. എല്ലാവരും മണ്ടയ്ക്കാണ്. ഓക്കെ ഗൈസ് അയ്യോ തുറക്കും. ഇതുവരെ ഗൈസ് മഴ നിന്നില്ല ഗൈസ്. ഓ മോനെ മഴ നിന്നില്ല. ഓക്കെ മഴ നിൽക്കുമായിരിക്കും, നോക്കാം. അങ്ങനെ GTR കൊണ്ട് നമ്മൾ വീട്ടിലെത്തി. നമുക്ക് ഈ GTR നമ്മുടെ വീടിൻ്റെ ബാക്കിൽ പാർക്ക് ചെയ്യാം. ഇനി അടുത്ത വണ്ടി വല്ല അവിടെ ഉണ്ടോ എന്ന് പോയി തപ്പി എടുത്തോണ്ട് വരാം. ഓക്കെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാത്രിയായി. നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ രാത്രിയായി. നമ്മൾ കുറച്ച് നേരം അകത്ത് പോയിരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് 2 വണ്ടി എടുത്ത് കുഴഞ്ഞ് ഗൈസ്. നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് നമുക്ക് എന്തായാലും വേറെ വണ്ടി റോഡിൽ കൂടെ ഒരു കാറ് പോകുന്നുണ്ട്. ഓടിപ്പോയി ആ കാറങ്ങ് അടിച്ച് മാറ്റാം. ഓക്കെ നമുക്ക് അടുത്ത വണ്ടി എടുക്കാം. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ 2 പോലീസ് വണ്ടി ഫ്രണ്ടിൽ കിടക്കുന്നു. എന്തായാലും പോലീസ് അകത്ത് കാണും. നൈറ്റ് പോകണം ഗൈസ്. രാത്രി ചെയ്തുകൊണ്ട് വലിയ വിഷയം കാണത്തില്ല. എന്തായാലും പോലീസ് നമ്മളെ പൊക്കാൻ വരും ഉറപ്പായി. എന്തായാലും വണ്ടി അടിച്ച് മാറ്റിയിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഓക്കെ എൻ്റെ ബാക്കിൽ വല്ല വണ്ടി ഉണ്ട് ഗൈസ്. എന്തായാലും ഐഡിയ ചെയ്ത് എന്തായാലും വില കൂടി ഏതെങ്കിലും ഒരു കാറ് കാണും. താറായാലും കുഴപ്പമില്ല. താറ് കിട്ടിയൊന്നും എനിക്ക് ആ മോഡിഫൈഡ് വേണ്ടല്ലോ ഗൈസ്, അതാണ്. ഓക്കെ നമുക്ക് ഇവിടുന്ന് ചാടി നോക്കാം ഗൈസ്. അത് താറല്ലേ കിടക്കുന്ന ഗൈസ്. 4 താറ് മോനെ ഗോൾഡൻ താറ്.
ഗൈസ് ഗോൾഡൻ താറ് ഗൈസ് ഇവർ ബാക്കിൽ കൊണ്ടിട്ടേക്ക് വരുന്നു ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ഇതും കൊണ്ട് അടിച്ചു മാറ്റി ഓടാം. താറിന് പൊതുവെ ഇച്ചിരി സൗണ്ട് കുറവാണ് തോന്നുന്നു ഗൈസ്. ഈ താറിന് കുറച്ച് സൗണ്ട് കുറവാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഈ താറിനകത്ത് വല്ല സ്പെഷ്യൽ മോഡ് വല്ലതും ഉണ്ടോ ഗൈസ്? നമുക്ക് നോക്കാം. സൗണ്ട് കുറവാണ്. അത് വല്ല സ്പെഷ്യൽ മോഡ് ഉണ്ടോ? എൻ്റെ മോനെ ഇതിനകത്ത് സ്പെഷ്യൽ മോഡുണ്ട് ഗൈസ്. നമുക്ക് ഈ മതിലിൽ നിന്ന് ചാടിക്കാം. ഓക്കെ അങ്ങനെ നമ്മൾ മതിലും ചാടിച്ച് നേരെ കൊണ്ടുവന്ന് ഇതാണ് ഗൈസ് ഇതിൻ്റെ സ്പെഷ്യൽ മോഡ്. നമുക്ക് വണ്ടി ചാടിക്കാം. ഓക്കെ നമുക്ക് നേരെ വീട്ടിൽ ചെന്ന് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ ഗോൾഡൻ താറും കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ താറിനൊരു സ്പെഷ്യൽ എബിലിറ്റി ഉണ്ട് ഗൈസ്, ചാടിക്കാൻ പറ്റും. ഓക്കെ നമുക്ക് ഈ വണ്ടി ഇപ്പോൾ അകത്തോട്ട് കയറ്റിയിടാം. താർ ഒട്ടും അകത്ത് വെക്കുന്നതായിരിക്കും സേഫ്. നമുക്ക് വെളിയിലിരുന്ന് ഒട്ടും സേഫ് അല്ല. അതും ഗോൾഡൻ താറ്, അത് സ്പെഷ്യൽ എബിലിറ്റി ഉള്ള കാർ. ഇത് ഒറിജിനൽ ഗോൾഡ് താറാണ് ഗൈസ്. ഓക്കെ അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത സ്ഥലത്ത് പുതിയ വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.